എനിക്ക് രണ്ട് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ഓക്കെ, അതുപോലെ ബി എന്ന് പറഞ്ഞ വേറൊരു മെട്രിക്സ്. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സിന് എന്തെങ്കിലും ഒരു ഓർഡർ ആയിക്കോട്ടെ, M/N എന്ന് ഞാൻ വിളിച്ചു അതിൻ്റെ ഓർഡർ. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഓർഡർ എന്താ, N/P എന്ന് വിളിച്ചു. ഈ ഓർഡറൊക്കെ അറിയത്തൊരു മുമ്പത്തെ പാട്ട് കണ്ടാൽ മാത്രമേ ഓർഡർ അറിയത്തുള്ളൂ. സോ നേരത്തെ മെട്രിക്സ് ആദ്യത്തെ ഭാഗങ്ങൾ കാണണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ AB മൾട്ടിപ്ലൈ ചെയ്യുന്നത്, AB എന്ന് പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് AB ആണ് മൾട്ടിപ്ലൈ എന്ന് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്നോ നോക്കണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ കണ്ടീഷൻ എന്താണെന്ന് ഞാനിവിടെ എഴുതാം. വേറൊന്നുമല്ല, അതായത് നമ്പർ ഓഫ് റോസ് എന്ന് എല്ലാവരും എഴുതും, തെറ്റിക്കും. കണ്ടോ, ഞാനത് മനഃപൂർവ്വം നമ്പർ ഓഫ് റോസ് എന്ന് എഴുതി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും റോ ബൈ കോളം എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും കണ്ടീഷൻ നോക്കുമ്പോൾ ആദ്യം എല്ലാവരും നമ്പർ ഓഫ് റോസ് എന്നേ ആദ്യം എഴുതത്തുള്ളൂ. കാരണം തെറ്റിച്ച് നിങ്ങൾ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓർത്തിരിക്കത്തില്ല. പക്ഷേ ഞാൻ ഒരു തെറ്റ് പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓർക്കും. ശരി പറഞ്ഞാൽ ഓർക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇതാണ് ഓർക്കുന്നത്, തെറ്റ് പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് റോസ് അല്ല, നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് is equal to number of rows of second matrix. എന്ന് വെച്ചാൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയുടെ എണ്ണവും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് നോക്കാം. ആദ്യത്തെ മെട്രിക്സ് ഏതാണ്? എക്ക് എത്ര കോളം ഉണ്ട്? N കോളംസ് അല്ലേ, N കോളംസ് ഉണ്ട് അല്ലേ. അതേപോലെ ബിക്ക് എത്ര കോളംസ് ഉണ്ട്? എക്ക് എത്ര കോളംസ് ഉണ്ട്? N കോളംസ് അല്ലേ, N കോളംസ്. അതേപോലെ ബിക്ക് എത്ര റോ ഉണ്ട്? അവിടെ N റോസ് അല്ലേ. അപ്പോൾ എന്താ, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും തമ്മിൽ ഈക്വല. സോ അവിടെ എന്താ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇനി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു ഉത്തരം കിട്ടി. ആ ഉത്തരം എന്തായാലും AB ആയിരിക്കുമല്ലോ. AB മൾട്ടിപ്ലൈ AB ആയിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊക്കെ നമ്പേഴ്സാണ്. നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു വലിയ വേറെ ഉത്തരം കിട്ടും. ഉത്തരം കിട്ടി. ഉത്തരം കിട്ടുന്ന മെട്രിക്സിന് ഒരു ഓർഡർ കാണുമല്ലോ. ആ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഇതുണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ എടുത്തേതാ ഈ ആദ്യത്തിൻ്റെ കോളോ രണ്ടാമത്തിൻ്റെ റോ ഇല്ല, അത് നമ്മൾ ഈക്വലാന്ന് ചെക്ക് ചെയ്യുമ്പോഴല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. ഈ നമ്മൾ എടുക്കാത്ത സംഭവങ്ങളുണ്ടല്ലോ, ഏതാ എടുക്കാത്തത്? ആദ്യത്തിൻ്റെ റോ ഇല്ലേ, അതേപോലെ രണ്ടാമത്തിൻ്റെ കോളം, ഈ ബാക്കിയുള്ള രണ്ടെണ്ണം. ഇതായിരിക്കും പുതിയ മെട്രിക്സിൻ്റെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ മെട്രിക്സിൻ്റെ ഓർഡർ, അതായത് M/P. ഓക്കെ, അതൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ആണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കോണോ രണ്ടാമത്തെ റോ ഈക്വൽ ആയിരിക്കണം. ഈക്വലായി മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള ഇതായിരിക്കും അതിൻ്റെ ഓർഡർ. ഓക്കെ, എങ്കിൽ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഈ കേസിൽ തന്നെ ഇവിടെ നമുക്ക് ഈ കേസിൽ തന്നെ തിരിച്ചെന്താ, ABക്ക് പകരം നമുക്ക് BA മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. B എന്താണ്? B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? B എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ N/P അല്ലേ, N/P. അത് A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? A എന്ന മെട്രിക്സിൻ്റെ M/N. അപ്പോൾ നമുക്ക് കണ്ടീഷൻ നോക്കാം. ആദ്യത്തെ കോളം അതേതാ? P. രണ്ടാമത്തെ റോ അതേതാ? M. ഈ P M ഈക്വലാണോ? അല്ല. സോ നമുക്ക് എന്താ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതാണ് നമ്മൾ മെട്രിക്സിൽ എന്താ തിരിച്ചും മറിച്ചും അങ്ങനെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇതാണ് മെട്രിക്സിൻ്റെ ബേസിക് ഇത്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ റോയും കോളവും ഒക്കെ വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടാറ്റിക്സ് കാണിച്ചു തരാം. ഒരു ടാറ്റിക്സ്. ഓക്കെ, ഞാൻ A എന്ന് പറഞ്ഞ് ഒരു മെട്രിക്സ് ഞാൻ എഴുതുവാണ്. A ഈസ് ഈക്വൽ ടു A B C D E F G H I. അതേപോലെ B ഈസ് ഈക്വൽ ടു, ഞാനിവിടെ മെട്രിക്സിനകത്ത് എന്തും പറയല്ല, ഞാൻ നമ്പർ കൊടുക്കും. 1 2 3 4 5 6 7 8 9. ഞാൻ നമ്പർ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വേറെ തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഒരു കാര്യം പറയാം.
എപ്പോഴും നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ എഴുതുന്നത് എന്തായാലും നിങ്ങൾ മെട്രിക്സ് കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ വന്നാൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതുന്ന ഈ സംഭവം ഈ ഒരു മെത്തേഡ് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഒരു ടേബിൾ അങ്ങനെ നമുക്ക് എൻ്റെ മൾട്ടിപ്ലൈ പറ്റും നോക്ക്. ഇതിൻ്റെ ഓർഡർ 3/3, ഇതിൻ്റെ ഓർഡർ 3/3. നോക്ക്, ഇവിടുത്തെ കോളോ ഇവിടുത്തെ റോയും സെയിം അല്ലേ 3. അപ്പോൾ മൾട്ടിപ്ലൈ പറ്റും. എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന മുമ്പേ കിട്ടുന്നതിൻ്റെ ഉത്തരം, അതായത് എ ബിയുടെ ഉത്തരത്തിൻ്റെ ഓർഡർ എത്ര ആയിരിക്കും? ഒബ്വിയസ്ലി എന്താ 3യും 3യും ആയിരിക്കും. ആണോ നമുക്ക് നോക്കാം. 3/3 ആയിരിക്കും. നോക്കാം. അങ്ങനെയെങ്കിൽ എ ബി ഈക്വൽ ടു, നമുക്ക് എ ബി എന്തായാലും കിട്ടുന്ന ഉത്തരം ഏത് ഓർഡറാണ്? ഈ 3യുടെ റിമൈനിങ് 3, അതായത് ബാക്കി. അപ്പോൾ ഓർഡർ 3/3 നമുക്കറിയാമല്ലോ. ഇതല്ലേ ഓർഡർ? നമുക്ക് കിട്ടുന്നതിൻ്റെ ഉത്തരത്തിൻ്റെ ഓർഡർ ഇതായിരിക്കും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുന്ന ഏതാ? ഇത് അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുന്നതും അതേപോലെ കിട്ടുന്ന ഉത്തരം ഓർഡർ ഇത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാം എ ബി 3/3 നമുക്കറിയാം അല്ലേ? ഓർഡർ 3/3 എന്നറിയാം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ് ഇതാ, ഇതിൻ്റെ പൊസിഷൻ എന്താണ്? 1 1 എന്നല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 1 അല്ലേ? അങ്ങനെയെങ്കിൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ 1 1 അല്ലേ? സാധാരണ ഒരു 3/3 മെട്രിക്സിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ പൊസിഷൻ സാധാരണ എഴുതുന്നത് ഇങ്ങനെയല്ലേ എഴുതുന്നത്? A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതൊന്നും എന്താ പറയുക, ഇതൊന്നും എന്താ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്താ ഇത് ഒന്നുകൂടെ എന്താ ഒരു സ്പാർക്ക് ഒന്ന് ഞാൻ ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ സ്പാർക്ക് ഒന്ന് ഇതാക്കി തന്നെ ഞാൻ. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വേണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നോക്കാം, നമുക്ക് മൾട്ടിപ്ലൈ നേരെ നോക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ 1 1 പൊസിഷൻ അല്ലേ? 1 1 പൊസിഷൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ അതാണ് ഇതാ ഫസ്റ്റ് റോ, അതായത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം എടുക്കണം. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ A into 1 plus B into 4 plus C into 7 കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഏതാ? A12 പൊസിഷൻ അല്ലേ? A12 പൊസിഷൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 2 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. A12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ എന്താണ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം? ഞാൻ വേറൊരു കളറിലൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾക്കൊരു കാണുമ്പോൾ ഒരു എന്താ ഒരു ഇത് കിട്ടും. അപ്പം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ? അപ്പം A into 2 plus B into 5 plus C into 8. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലേ? അടുത്ത ഫസ്റ്റ് റോ തേർഡ് കോളം അല്ലേ? അപ്പോൾ എന്താ ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ എന്താണ് A into 3 കണ്ട? A into 3 പ്ലസ് B into 6 കണ്ട? അത് റോ കോളം അല്ലേ? ഫസ്റ്റ് റോ കോളം കണ്ട? അപ്പം A into 3 പ്ലസ് B into 6 പ്ലസ് എന്താണ് C into 9 കഴിഞ്ഞു. മുകളിലത്തെ കഴിഞ്ഞു. അതായത് നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ആദ്യത്തെ റോ മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ പൊസിഷൻ ഏതാ? A21 അല്ലേ? അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ? അതായത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അങ്ങനെ നമുക്ക് നോക്കാം. സെക്കൻഡ് റോ ഏതാ? D into 1 പ്ലസ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ D into 1 പ്ലസ് E into 4 പ്ലസ് F into 7 അല്ലേ? F into 7. ഞാൻ വേറെ കളർ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങൾ കിളി പോകും. അതുകൊണ്ട് വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ കിളി പോകാൻ ചാൻസ് ഇല്ല. എന്നാലും നിങ്ങൾ പോകാത്ത മാക്സിമം പിടിച്ചിരിക്കുന്ന കിളി പിന്നെയും ചാടി പോകാതിരിക്കാണ്ട് ഒരു സേഫ്റ്റി ചെയ്യാൻ കളർ മാറ്റി പറയാം. ഓക്കെ, അങ്ങനെ ഇതാ ഈ പൊസിഷൻ ഏതാ? A22 അല്ലേ? സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിലെ പൊസിഷൻ അല്ലേ ഇത്? A22. അങ്ങനെയാണെങ്കിൽ ഇതാ A22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം അല്ലേ? അങ്ങനെയെങ്കിൽ എന്താ D into 2 അല്ലേ? പ്ലസ് E into 5 പ്ലസ് F into 8. ഓക്കെ, F into 8.
എങ്കിൽ ഇതാ ഇത് നോക്കി, ഇത് ഏത് പൊസിഷനാണ്? സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ? അപ്പോൾ എന്താ സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ? സോ എന്ത് പറയും? ജി ഇൻറ്റു 3 പ്ലസ് എച്ച് ഇൻറ്റു 6 അല്ലേ? സെക്കൻഡ് റോ അല്ല, സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ തേർഡ് റോ എഴുതിയത് സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ? അപ്പം എന്താ സെക്കൻഡ് റോ തേർഡ് കോളം അല്ലേ ഈ പൊസിഷൻ? A23 അല്ലേ? അപ്പം സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പം എന്താ ഡി ഇൻറ്റു 3 പ്ലസ് ഇ ഇൻറ്റു 6 അല്ലേ? ഡി ഇൻറ്റു 3 പ്ലസ് ഇ ഇൻറ്റു 6 പ്ലസ് എഫ് ഇൻറ്റു 9. അതായത് ആദ്യത്തെ രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ. അതായത് സെക്കൻഡ് റോ തേർഡ് കോളം എടുക്കുമ്പോൾ സെക്കൻഡ് റോയിൽ ആദ്യത്തവനും കോളത്തിൽ പിന്നെന്താ റോയിൽ രണ്ടാമത്തവനും കോളത്തിൽ രണ്ടാമത്തവനും റോയിൽ മൂന്നാമത്തവനും കോളത്തിൽ മൂന്നാമത്തവനും അല്ലേ? പ്ലസ് എന്താ എഫ് ഇൻറ്റു 9. ഓക്കെ, എഫ് ഇൻറ്റു 9. ഞാൻ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം ഒരു എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇ ഇൻറ്റു 6 പ്ലസ് എന്താ എഫ് ഇൻറ്റു 9. പ്ലസ് ആണ്, ഇടയ്ക്ക് പ്ലസ് ആണ്, എഫ് ഇൻറ്റു 9. ഇനി അടുത്തത് ഇതേത് പൊസിഷനാണ്? നമുക്കെല്ലാം അറിയാം ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ A31 അല്ലേ? A31 അല്ലേ? AB31. കാരണം ഇത് AB മെട്രിക്സ് ആകുമ്പോൾ AB മെട്രിക്സിൻ്റെ 3 അല്ലേ? 3 അപ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് കോളം അല്ലേ? 3 എന്ന് പറയുമ്പോൾ തേർഡ് റോ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ തേർഡ് റോ ഫസ്റ്റ് കോളം നോക്കാം. എന്താ വരും നോക്കാം. ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ഇൻറ്റു 4 പ്ലസ് ഐ ഇൻറ്റു 7. എങ്കിതാ ഈ പൊസിഷൻ ഏതാ? A32 അല്ലേ? അപ്പോൾ തേർഡ് റോ സെക്കൻഡ് കോളം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ജി ഇൻറ്റു 2 പ്ലസ് എച്ച് ഇൻറ്റു 5 പ്ലസ് ഐ ഇൻറ്റു 8. ഓക്കെ, എങ്കിതാ ഈ പൊസിഷൻ ഏതാ നോക്കി? തേർഡ് റോ തേർഡ് കോളം അല്ലേ? അപ്പോൾ എന്താ തേർഡ് റോ തേർഡ് കോളം അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ജി ഇൻറ്റു 3 പ്ലസ് എച്ച് ഇൻറ്റു 6 പ്ലസ് ഐ ഇൻറ്റു 9 അല്ലേ? പ്ലസ് ജി ഇൻറ്റു 3 പ്ലസ് എച്ച് ഇൻറ്റു 6 പ്ലസ് ഐ ഇൻറ്റു 9 അല്ലേ? ഇതാണ് നമ്മുടെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരം എ ബിയുടെ ആ ഒരു മെട്രിക്സ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പം കിട്ടുന്നതാണ് അവിടുത്തെ A1 പൊസിഷനിലെ ആൻസർ. A1 എന്നല്ല, A11 പൊസിഷൻ ആൻസർ. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ കിട്ടുന്നതാണ് അവിടുത്തെ A12 പൊസിഷനിലെ ആൻസർ. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ഉത്തരവാണ് A13 പൊസിഷനിലെ ആൻസർ. ഇത് ABC വരെ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പം ഇവിടെ സപ്പോസ് ഇപ്പോൾ സ്മോൾ എക്ക് വരാൻ 5 ആണെങ്കിൽ 5 ഇൻറ്റു 1 5. ഇവിടെ സ്മോൾ ബിക്ക് വരാൻ 4 ആണെങ്കിൽ 4 ഇൻറ്റു 4 16. സിക്ക് വരാൻ 2 ആണെങ്കിൽ 2 ഇൻറ്റു 7 14. അപ്പോൾ 5 പ്ലസ് 16 21 പ്ലസ് 14 അപ്പോൾ 35. ആൻസർ 35 വരും കേട്ടോ. ഞാനൊരു മനസ്സിലാൻ വേണ്ടിയാണ് ABC ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കുമ്പം ഇത് ഇവിടെ ഒരു കിടക്കുന്നത്, ഇത് ഇവിടെ കിടക്കുന്നത്, ഏത് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ഫ്യൂച്ചർ മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ നമ്പേഴ്സും ഇതും കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നത്, മനസ്സിലാൻ വേണ്ടി. ഓക്കെ, ഇനി അതേപോലെ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? നമുക്ക് A21 പൊസിഷൻ എലമെൻറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്യുന്നത് നമുക്ക് A22 പൊസിഷനില്ല ആ ഒരു എലമെൻറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് A23 പൊസിഷനിലെ എലമെൻറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് A31 പൊസിഷനിലെ എലമെൻറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് A32 പൊസിഷനിലെ എലമെൻറ്റ് കിട്ടും. ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് A33 പൊസിഷനിലെ എലമെൻറ്റ് കിട്ടും. ഓക്കെ, ഞാൻ നോക്കി ഇതിൻ്റെ ഓർഡർ എത്ര? 3/3. കിട്ടിയ ഉത്തരത്തിൻ്റെ ഓർഡർ 3/3 അല്ലേ? അപ്പോൾ എന്താ കണ്ട 3 ഇവിടെയും 3 കണ്ടോ? 3/3. ഇതാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് രണ്ടു പ്രോബ്ലം ചെയ്ത് നമുക്ക് പരിചയപ്പെടാം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് AB if A is equal to 6923 and B is equal to 260,798. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇത് തമ്മിൽ AB അല്ലേ, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. അത് നമുക്ക് ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം. നിങ്ങൾ എക്സാം എഴുതുമ്പം ഇത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് പറക്കി A is equal to B is equal to പറക്കി എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓർഡർ എന്താ? 2/2. ഓർഡർ ഒന്നും അവർ തരത്തില്ല, നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 2 റോയും 3 കോളം. അപ്പോൾ എത്ര? 2/3. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും സെയിം ആണെന്ന് നോക്കണം. ആണല്ലോ, സെയിം ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം അല്ലെങ്കിൽ
നമ്മൾ താഴെ എഴുതണം ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയും സെയിം അല്ല, സോ ഈസ് നോട്ട് സെയിം, സോ വി കനോട്ട് മൾട്ടിപ്ലൈ ദ ഗിവൺ മെട്രിക്സ് എന്ന് എഴുതി വൈൻഡപ്പ് ചെയ്ത സംഭവം തീർന്നു. ചിലപ്പം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തരാം നിങ്ങളെ പരീക്ഷയ്ക്ക്. ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലൈ തെറ്റിക്കുമെന്ന് നിങ്ങൾ മൾട്ടിപ്ലൈ ചുമ്മാ പൊട്ടത്തെറ്റ് കാണിക്കും, പക്ഷേ ആക്ച്വലി സമയം കൊള്ളും. ആക്ച്വലി മൾട്ടിപ്ലൈ പറ്റത്തില്ല, ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലേ കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, കിട്ടുന്നൊരു മെട്രിക്സ് ഉണ്ടല്ലോ, ആ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? അതിൻ്റെ ഓർഡർ ഈ ബാക്കിയുള്ള രണ്ടാമതായിരിക്കും. കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, അതായത് കിട്ടുന്ന മെട്രിക്സ് ഓർഡർ എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2/3 ആയിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എ ഇൻറ്റു ബി അല്ലേ, 6 9 2 3 ഇൻറ്റു അല്ലേ 260 ഇൻറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇടാം കേട്ടോ. 260 798. ഓക്കെ, എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ആ സ്റ്റെപ്പ് വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് കോളം അല്ലേ. അപ്പം 6 ഇൻറ്റു 2 പ്ലസ് 6 ഇൻറ്റു 2 ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം. അപ്പം റോയിൽ ആദ്യത്തെയും കോളത്തിൽ ആദ്യത്തെയും റോയിൽ രണ്ടാമത്തെയും കോളത്തിൽ രണ്ടാമത്തെ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം. അപ്പോൾ 6 ഇൻറ്റു 2 പ്ലസ് 9 ഇൻറ്റു 7 ഇൻറ്റുവിന് വരാം ഈ ബ്രാക്കറ്റ്, ഓഫ് ബ്രാക്കറ്റ് കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാൻ ബ്രാക്കറ്റ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് കിട്ടി. ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ A1 2 അല്ലേ, അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം അല്ലേ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പം 6 ഇൻറ്റു 6 പ്ലസ് നോക്കി 9 ഇൻറ്റു 9 കണ്ട, 9 ഇൻറ്റു 9. ഓക്കെ, ഇനി അടുത്ത ഏതാ? ഈ പൊസിഷൻ ഏതാണ്? A1 3 അല്ലേ. അപ്പം ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പം എന്താ 6 ഇൻറ്റു 0 പ്ലസ് 9 ഇൻറ്റു 8 കുഴപ്പമില്ലല്ലോ. എങ്കിൽ ഇതാ നോക്കി, ഇനി അടുത്ത ഈ പൊസിഷൻ ഏതാ? A21 അല്ലേ. അപ്പം എന്താ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ, അപ്പം സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ. അപ്പം 2 ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ, 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7. ഓക്കെ, അത് കഴിഞ്ഞ് 2 ഇൻറ്റു 6 പ്ലസ് കണ്ട 3 ഇൻറ്റു 9. ഇനി എന്താ A23 അല്ലേ പൊസിഷൻ ഇത്. അപ്പോൾ A23 പൊസിഷൻ ആകുമ്പോൾ എന്താ 2 സെക്കൻഡ് റോ തേർഡ് കോളം. അപ്പോൾ 2 ഇൻറ്റു 0 കണ്ട 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇനി വേറെ വലിയ പാടൊന്നുമില്ല, നമുക്ക് സോൾവ് ചെയ്ത് ഈസി ആയിട്ട് എഴുതാന്നേ ഉള്ളൂ. അതായത് 6 ഇൻറ്റു 2 12, 12 പ്ലസ് 9 ഇൻറ്റു 7, അതായത് 9 ഇൻറ്റു 7 എത്ര? 63 അല്ലേ. ഇനി ഇതെന്താ 6 ഇൻറ്റു 6 36, അതേപോലെ 9 ഇൻറ്റു 9 81. ഇനി 6 ഇൻറ്റു 0 പ്ലസ് 9 ഇൻറ്റു 8 എത്ര? 9 ഇൻറ്റു 8 എത്ര? 72 അല്ലേ, 72. അങ്ങനെ ഇത് നോക്കി 2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 7 21, അതുപോലെ 6 ഇൻറ്റു 2 12 പ്ലസ് 9 ഇൻറ്റു 3 27. ഇനി 2 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 8 എത്ര? 24 അല്ലേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ നമുക്ക് therefore AB is equal to എന്താണ് 12 പ്ലസ് 63 കൂട്ടുമ്പം 75, പിന്നെ ഇത് രണ്ടും കൂട്ടുമ്പോൾ 117 117. ഇനി ഇത് രണ്ടും കൂട്ടുമ്പം 72 വരണം അല്ലേ. 72 4 പ്ലസ് 21 25, 12 പ്ലസ് 27 39, അതുപോലെ 0 പ്ലസ് 24. ഇതാണ് ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ നമുക്കിനി മാട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. അല്ലെ, ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ആഡിഷനിൽ പഠിച്ച കുറേ സെയിം പ്രോപ്പർട്ടി തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നോക്കുക. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എങ്കിൽ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ദ ആൻസർ ഈസ് എ ബിഗ് നോ.
അല്ല, കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ എയും ബിയും തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ അത് തന്നെ കിട്ടണം. അതായത് ഇപ്പോൾ അഡീഷൻ്റെ കേസ് എ പ്ലസ് ബി ഈസിക്കൽ ടു ബി പ്ലസ് എ വന്നില്ലേ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ കേസിൽ എ ഇൻറ്റു ബി ഈസിക്കൽ ടു ബിൻ്റെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷേ നമുക്കറിയാം എ ഇൻറ്റു ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ്. അപ്പോൾ എന്താ അതെന്താ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, എങ്കിൽ നമുക്കൊന്ന് ഒരു ചെറിയ പ്രൂഫ് നോക്കാം, ചെറിയൊരു പ്രൂഫ് നോക്കാം അല്ലേ. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 3 അതേപോലെ -4 2 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 3 4 5 2 1, then find എ ബി ആൻഡ് എന്താ ബി എ. രണ്ടും കാണണം. അപ്പോൾ രണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അതേപോലെ ഷോ ദാറ്റ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഓക്കെ, സോ നമുക്ക് ഈ എ ബി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. എ ബി മൾട്ടിപ്ലൈ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എ ബി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. എ ബിയുടെ ആദ്യത്തിൻ്റെ കോളവും റോയും രണ്ടാമത്തിൻ്റെ റോയും ഈക്വൽ ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? എ ബി കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 2/2. കാരണം വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ബാക്കി 2 ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ നമുക്ക് നോക്കാം. എങ്കിൽ ഞാൻ എന്താ എഴുതുവാണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ്. അതായത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും അല്ലേ. അപ്പം 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 എത്ര? 2 അല്ലേ. 1 ഇൻറ്റു 2 ഇനി പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് ഇനി -2 ഇൻറ്റു 4, -2 ഇൻറ്റു 4 എത്ര? -8. അപ്പം പ്ലസ് -8 എന്ന് പറഞ്ഞാൽ -8 എന്നായി. ഓക്കെ, ഇനി അടുത്ത പ്ലസ് എഴുതണ്ട, ഇവിടെ മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ പ്ലസ് എഴുതണ്ട. നോക്കട്ടെ, പ്ലസ് ആദ്യമേ എഴുതണ്ട, കാരണം ഇടയ്ക്ക് എന്തെങ്കിലും മൈനസ് സൈൻ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മൈനസ് എഴുതണം. അതുകൊണ്ട് പ്ലസ് എഴുതണ്ട. ഇൻ കേസ് വേറെ മൈനസ് സൈൻ ഇല്ലെങ്കിൽ മാത്രം പ്ലസ് എഴുതി നോക്കാം. നമുക്ക് നോക്കാം. ഇനി അടുത്ത 3 ഇൻറ്റു 2 അപ്പോൾ എത്ര? 6. അപ്പോൾ പ്ലസ് 6. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോൾ എന്താ അടുത്ത ഈ റോയും ഈ കോളവും. അപ്പോൾ എന്താ, അതായത് A12 അല്ലേ. 1 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം. അപ്പം 1 ഇൻറ്റു 3 1 ഇൻറ്റു 3. ഇനി അടുത്ത ഏതാ? -2 ഇൻറ്റു -3 അപ്പോൾ എത്ര? -10. ഇനി പ്ലസ് 3 ഇൻറ്റു 1 എത്ര? 3 അല്ലേ. 3 ഇൻറ്റു 1 3 അല്ലേ. ഓക്കെ, ഇനി ഇത് നോക്കാം. A22 അല്ലേ പൊസിഷൻ. അപ്പോൾ എന്താ സെക്കൻഡ് റോ ഫസ്റ്റ് അല്ലേ. A21 അല്ലേ പൊസിഷൻ. അപ്പോൾ എന്താ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അല്ലേ. അപ്പം -4 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ എന്താ -8. ഇനി 2 ഇൻറ്റു 4 എത്ര? 8. അപ്പോൾ എന്താ അവിടെ +8. അടുത്ത 5 ഇൻറ്റു 2 എത്ര? 10 അല്ലേ. +10. ഓക്കെ, ബാക്കി ഇടയ്ക്ക് നെഗറ്റീവ് ഒന്നുമില്ല, എല്ലായിടത്തും പ്ലസ് ആണ് എഴുതണ്ട കേട്ടോ. ഇനി ഇതെന്താ A22 അല്ലേ പൊസിഷൻ. അപ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ എന്താ -4 ഇൻറ്റു 3 അപ്പോൾ -12. ഇനി എന്താ പ്ലസ് എന്താ 2 ഇൻറ്റു 5 അല്ലേ. അപ്പോൾ എന്താ 2 ഇൻറ്റു 5 എത്ര? 10. ഓക്കെ, ഇനി അടുത്ത ഏതാ? പ്ലസ് 5 ഇൻറ്റു 1. 5 ഇൻറ്റു എത്ര? 5 തന്നെ. ഓക്കെ, 5 ഇൻറ്റു 1 5. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എങ്കിൽ ഞാൻ എന്താ സൈഡിലോട്ട് മാറ്റി എഴുതുവാണ്. എ ബി സിക്കൽ ടു സോൾവ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യും. 2 - 8 എന്ന് പറയുമ്പോൾ -6 + 6 എന്ന് പറയുമ്പോൾ 0 കിട്ടി. 3 - 10 7 3 - 10 -7 -7 + 3 എന്ന് പറയുമ്പോൾ -4 കിട്ടി. ഇനി 8 - 8 0 + 10 എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോൾ എനിക്ക് 10 കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 3 കിട്ടും ആൻസർ. സോ എ ബിയുടെ വാല്യൂ ഇതാണ് എ ബി. അപ്പോൾ എ ബി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി എ കാണാം ഇല്ലേ. നമുക്ക് ഇനി ബി എ എന്താണ് കാണാം. ബി എ കാണുന്നതിന് മുമ്പ് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് നമുക്ക് നോക്കാം അല്ലേ. ബി എ കാണുന്ന മൾട്ടിപ്ലൈ ചെയ്യാൻ കണ്ടീഷൻ നോക്കാം. നമുക്ക് നോക്കാം ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 3 റോയും 2 കോളം അല്ലേ. അപ്പോൾ ഓർഡർ 3/2. 3 റോയും 2 കോളം ഓർഡർ 3/2. ഇവിടുത്തെ ഓർഡർ എത്രയാണ്? 2 റോയും 3 കോളം. അപ്പോൾ ഓർഡർ 2/3. അപ്പോൾ എന്താ ആദ്യത്തെ കോളം രണ്ടാമത്തെ റോയും സെയിം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ എത്ര ആയിരിക്കും? റിമൈനിങ് അല്ലേ. 3 ഉം 3 ഉം. അപ്പം കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഓർഡർ 3/3. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. അതായത് ഓക്കെ, ഫസ്റ്റ്
ഫസ്റ്റ് കോളം അല്ലേ A11. അപ്പം 2 ഇൻറ്റു 1 2 അല്ലേ, 2 ഇൻറ്റു 1 2. ഇനി പ്ലസ് 3 ഇൻറ്റു -4 അപ്പോൾ എത്ര -12. ഇവിടെ വരുമ്പം ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം അപ്പോൾ 2 ഇൻറ്റു -2 അപ്പോൾ എത്ര -4 പ്ലസ് 3 ഇൻറ്റു 2 അപ്പോൾ എത്ര +6. ഇനി ഇതാ ഇവിടെ വരുമ്പം ഫസ്റ്റ് റോയും തേർഡ് കോളം വരുമ്പോൾ എന്താ 2 ഇൻറ്റു 3 അപ്പോൾ എത്ര 6. ഇനി പ്ലസ് 3 ഇൻറ്റു 5 അപ്പോൾ എത്ര 15. ഇനി ഇതാ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം അപ്പോൾ 4 ഇൻറ്റു 1 4. ഇനി 5 ഇൻറ്റു -4 -20 അല്ലേ. ഇനി സെക്കൻഡ് റോയും സെക്കൻഡ് കോളം അപ്പോൾ 4 ഇൻറ്റു -2 -8. ഇനി 5 ഇൻറ്റു 2 10. ഇനി സെക്കൻഡ് റോയും തേർഡ് കോളം അപ്പോൾ 4 ഇൻറ്റു 3 12 പ്ലസ് 5 ഇൻറ്റു 5 25. ഇനി ഇതാ തേർഡ് റോയും ഫസ്റ്റ് കോളം അല്ലേ. അപ്പം തേർഡ് റോയും ഫസ്റ്റ് കോളം അപ്പോൾ എന്താ 2 ഇൻറ്റു 1 എന്താ 2 അല്ലേ. ഇനി 1 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -4. ഇനി അത് കഴിഞ്ഞ് 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -4. ഇനി 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ കണ്ട ഈ 1 ഇൻറ്റു തേർഡ് റോയിലെ സെക്കൻഡ് കോളം 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താ +2. ഇനി തേർഡ് കോളം അപ്പോൾ എന്താ 2 ഇൻറ്റു 3 6. ഇനി പ്ലസ് 1 ഇൻറ്റു 5 എത്ര 5 തന്നെ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. അപ്പോൾ എനിക്കിത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ബി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ബി എ ഈസ് ഈക്വൽ ടു -10 വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 വരും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര 11. ഇത് 15 ആണേ. അപ്പം സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 21 കിട്ടും. ഓക്കെ, അതായത് ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് -16 കിട്ടും. പിന്നെ എനിക്ക് 2 കിട്ടും, ഇവിടെ 2 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 37 കിട്ടും. അതേപോലെ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് -2 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് -2 കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 11 കിട്ടും. ഇതാണ് ബി എ. അപ്പം നോക്കൂ, നമുക്ക് ബി എ കിട്ടിയത് ഏതാണ്, ഓർഡർ 3/3. അതേപോലെ നമുക്ക് എ ബി കിട്ടിയ ഓർഡർ ഏതാണ്, 2/2. അപ്പോൾ തന്നെ ഓർഡറിലും ഡിഫറൻറ്റാണ്. ഇനി വാല്യൂസ് ഉണ്ടോ, വാല്യൂസ് എന്തായാലും ഡിഫറൻറ്റാണ്. കണ്ടോ, വാല്യൂസ് എന്തായാലും ഡിഫറൻറ്റാണ്. കണ്ടോ, ഇവിടെയും വാല്യൂസ് ഉണ്ടാവും, എന്തായാലും ഡിഫറൻറ്റാണ്. അപ്പം എ ബിയും ബി എയും തിരിച്ചിട്ട് മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് എന്തായാലും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് എന്താ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ, വിച്ച് ഇസ് therefore matrix multiplication is not commutative. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവും, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നില്ലെന്ന്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെട്രിക്സ്, അതായത് ഈക്വൽ മെട്രിക്സ്. ഓക്കെ, എ ബി സി. ഓക്കെ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അസോസിയേറ്റീവ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എ ബി സി 3 മെട്രിക്സ്. ഞാൻ എന്താ എയിനെയും ബിനെയും കൂടെ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് സി അവിടെ കിടക്കട്ടെ. എയിനെയും ബിനെയും കൂടെ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം ഞാൻ എന്താ ഒരു 3 ഇതാണ് എ ബി സി. അതേപോലെ എ ബി സി. ഇതിൽ എനെയും ബിനെയും ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, സീനെ മാറ്റി നിർത്തി. അപ്പോൾ എ ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ ബി ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ സീനെ മൾട്ടിപ്ലൈ ചെയ്ത, പിന്നെയാണ് എനും ബിനെയും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് 3 മെട്രിക്സ് എ ബി സി. അതേപോലെ ഇവിടെ 3 മെട്രിക്സ് എയും ബിയും സിയും. ഓക്കെ, 3 മെട്രിക്സ്. ഇതിൽ എനും ബിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എനിക്കൊരു ഉത്തരം കിട്ടിയല്ലോ. ആ കിട്ടിയ ഉത്തരത്തിനെ സിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്താ വേറൊരു ഉത്തരം കിട്ടി. ഓക്കെ, ആ ഉത്തരവും അതേപോലെ ഇവിടെ എന്താ ആദ്യം എനെ മൾട്ടിപ്ലൈ ചെയ്തില്ല, ആദ്യം എന്താ ബിനെ സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആ കിട്ടിയ ഉത്തരം ആ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഉത്തരം തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതായത് എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി പ്ലസ് എ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് എ ഇൻറ്റു
ബിയും സിയും മെട്രിക്സ് തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ഉത്തരം കിട്ടില്ല. ആ മെട്രിക്സും എയും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് എ. എന്നുവെച്ചാൽ എ എന്നൊരു മെട്രിക്സ് ഇൻറ്റു ബിയും സിയും തമ്മിൽ കൂട്ടുമ്പോൾ എനിക്കൊരു പുതിയ മെട്രിക്സ് കിട്ടും. ഈ എയും ആ പുതിയ മെട്രിക്സും തമ്മിൽ കൂട്ടുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ആദ്യം കൂട്ടുന്നതിന് പകരം ആദ്യമേ എയും ഒരു ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു ഒരു ഉത്തരം കിട്ടി. അതേപോലെ എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കിട്ടി. കിട്ടിയ ഉത്തരം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസറും ഇവിടുത്തെ ഫൈനൽ ആൻസറും ഈക്വൽ ആയിരിക്കും. അതായത് ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. ആ കിട്ടിയ ഉത്തരവും എയും ആ കിട്ടിയ ഉത്തരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു ഇവിടെ ഫൈനൽ ആൻസർ കിട്ടിയല്ലോ. അത് ഈസ് ഈക്വൽ ടു, ഞാൻ കൂട്ടുന്ന ആദ്യമേ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ എയും സിയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്താ, എയും ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും, എയും സിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഈ രണ്ട് ഉത്തരങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ.